ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാ. ആദ്യം ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുക, പിന്നെ തിരിച്ചു വിളിക്കാതിരിക്കുക, അതിനോ ലോകത്തില്ലാത്ത ന്യായങ്ങൾ പറയാം, ഒടുക്കും മറക്കണമെന്ന് പറയാം. ഇതൊക്കെ ഭീരുവായ ഒരു കാമുകന്റെ ലക്ഷണങ്ങളാ. അതെ, ഞാനൊരു ഭീരു തന്നെയാ. നിന്റെ കൊട്ടാരത്തിലെ ആചാരങ്ങളോട് പടവെട്ടി ജയിക്കാൻ ഞാൻ ക്ഷത്രിയനൊന്നുമല്ല, ഒരു പാവം ശൂദ്രനാ. സോറി, ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വിവേകിന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സാ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. വിവേകം മിടുക്കനായ ഒരു ഓഫീസറാണെന്ന് തെളിഞ്ഞ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡിന് മാറ്റം വരും. എന്റെ അച്ഛന്റെ പോലും. വിവേക് പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്യാം. ഫോൺ വിളി, റൊമാൻസ് ഒന്നും വേണ്ട. പക്ഷെ ഇനി അങ്ങോട്ട് വിവേകിന്റെ ശ്രദ്ധ മുഴുവൻ കേസിലായിരിക്കണം. വേറെ ആരൊക്കെ അന്വേഷിച്ചാലും അവസാനം ഏട്ടന്റെ കൊലപാതകയെ കണ്ടെത്തുന്നത് വിവേക് തന്നെ ആയിരിക്കണം. സോറി, ഐ എം ലേറ്റ് സർ. കെൻ ഐ? തന്നെ എന്നും കൃത്യസമയത്ത് കൂട്ടിക്കൊണ്ടുവന്നിരുന്ന കിഷോർ ഇന്ന് വിളിക്കാതെ പോന്നു. അതല്ലേ ഉണ്ടായത്? എക്സാക്ട്ലി സർ. ഇനിയെങ്കിലും താൻ ആരുടെ നിഴലാകാതെ സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ നോക്ക്. ഷുവർ സർ. ഐ വിൽ ട്രൈ ടു ബി ആൻ ഓഫീസർ ആൻഡ് എ ജെന്റിൽമാൻ. ഓക്കെ, ലെറ്റ് us come to the point. ഈ കേസിൽ നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ ഫൈൻഡിങ്സും എനിക്കറിയണം. ഐ മീൻ, ആരെയാണ് നമുക്കിപ്പോൾ സംശയിക്കാവുന്നത്? സർ, തീർച്ച പറയാറായിട്ടില്ല. എന്നാലും എനിക്ക് സംശയം കൃഷ്ണപ്രസാദിനെ. കാരണം പ്രവീണിന്റെ എതിർപ്പ് മൂലമാണ് തമ്പുരാൻ കൃഷ്ണപ്രസാദിനെ മകനായി അംഗീകരിക്കാത്തത്. അതേ ചൊല്ലിയുണ്ടായ വഴക്കായിരിക്കണം കൊലപാതകത്തിൽ ചെന്ന് അവസാനിച്ചത്. ഇറ്റ് ഈസ് പോസിബിൾ. വിവേക്, തനിക്കൊന്നും പറയാനില്ലേ? സാർ, അത് പിന്നെ കിഷോർ പറഞ്ഞതിലൊരു പ്രോബ്ലം ഉണ്ട് സാർ. കൊലയാളി എങ്ങനെ ബംഗ്ലാവിനകത്തേക്ക് കടന്നു എന്നുള്ളത് പ്രധാനമാണ്. ബലം പ്രയോഗിച്ച് അകത്ത് കിടന്നതിന്റെ ഒരു ലക്ഷണം കാണാനുമില്ല. അതിനാൽ പ്രവീൺ സ്വമേധയാ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടാവണം. തന്റെ ശത്രുവായ കൃഷ്ണപ്രസാദിന് വേണ്ടി പ്രവീൺ ഒരിക്കലും വാതിൽ തുറക്കില്ല. അപ്പോ പരിചയമുള്ള ആർക്കോ വേണ്ടിയാവണം പ്രവീൺ വാതിൽ തുറന്നു കൊടുത്തത്. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ പ്രവീണിനോട് അടുപ്പമുള്ള ആരോ ആണ് സാർ ഈ കൊലയ്ക്ക് പിന്നിൽ. വിവേകിന് ആരെങ്കിലും സംശയമുണ്ടോ? തീർച്ച പറയാറായിട്ടില്ല. എന്നാലും എനിക്ക് സംശയം മിസ്റ്റർ മുരളി മോഹനെ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്, പ്രവീൺ ഇല്ലാതായാൽ ഏറ്റവും അധികം നേട്ടമുണ്ടാകുന്ന ആളാ മുരളി മോഹൻ. രണ്ടാമത്, അയാൾ കൊട്ടാരത്തിലുള്ള ആളാ. ഒരു സംശയവും കൂടാതെ പ്രവീൺ അയാൾക്ക് വേണ്ടി വാതിൽ തുറക്കും. മൂന്നാമത്, അയാളുടെ ഭാര്യയെ കാണാതായ സാഹചര്യം. നോ, അയാൾ അത് ചെയ്യില്ല. കാരണം പ്രവീൺ ഇല്ലാതായാൽ ഏറ്റവും അധികം നേട്ടമുണ്ടാകുന്ന ആളാണ് മുരളിമോഹൻ. അങ്ങനെയാവുമ്പോ ആര് കേസ് അന്വേഷിച്ചാലും ആദ്യം സംശയിക്കാൻ മുരളിമോഹനെ ആയിരിക്കും. ഒരു ക്രിമിനൽ വക്കീലായ മുരളിമോഹന് അത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ അത് ചെയ്യില്ല. കിഷോർ പറഞ്ഞതിനോട് ഞാനും യോജിച്ചേനെ. മുരളിമോഹൻ ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ. പക്ഷെ അയാൾ ഒരു ക്രിമിനൽ വക്കീലായതുകൊണ്ട് അയാൾക്കറിയാം ഇപ്പൊ കിഷോർ ചിന്തിച്ചതുപോലെ ഏതൊരു അന്വേഷകനും ചിന്തിക്കുമെന്ന്. അത് തന്നെയാണ് അയാളുടെ ഏറ്റവും വലിയ ഡിഫൻസും. അയാളെ തീർച്ചയായിട്ടും സംശയിക്കണം സാർ. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞൊരു കാര്യമുണ്ട്. കൃഷ്ണപ്രസാദിനെയും മുരളിമോഹനെയും നമുക്ക് ഒരുപോലെ സംശയിച്ചേ പറ്റൂ. അതുകൊണ്ട് കൃഷ്ണപ്രസാദിനെതിരെ കിഷോർ അന്വേഷിക്കേ. യെസ് സർ. അതുപോലെ മുരളിമോഹനെതിരെ വിവേകും അന്വേഷിക്കേ. സർ, ഐ എക്സ്പെക്ട് യുവർ റിപ്പോർട്ട് വിത്തിൻ 24 hours. യെസ് സർ. ദാറ്റ്സ് ഓൾ ഫോർ ദ ടൈം ബീങ്, ജെന്റിൽമാൻ. താങ്ക് യു. താങ്ക് യു സർ. അവര് തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ട്. മത്സരിക്കട്ടെ. അപ്പോഴേ ഒരു കേസിന്റെ എല്ലാ സാധ്യതകളെ കുറിച്ചും അവർ ചിന്തിക്കുള്ളൂ. ഞാനാണിത് ചെയ്തതെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ വിളിച്ച വെറുതെ ഒരു ഇന്റർവ്യൂനാ. ജസ്റ്റ് എ ഫോർമാലിറ്റി. കൃഷ്ണപ്രസാദ് എന്ത് ചെയ്യുന്നു? ഞാനൊരു വർക്ക്ഷോപ്പ് നടത്തുന്നു. എവിടെ? ടൗണിൽ ചിത്ര തിയേറ്ററിനടുത്ത്. എത്ര മണിക്കാ വർക്ക്ഷോപ്പ് അടയ്ക്കാറ്? രാത്രി ഒരു 7:30. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? സാധാരണ ബാർ പോകാറുണ്ട്. ഏത് ബാറ്? അമൃത ബാർ. എന്താ കഴിക്കാറ്? ബ്രാൻഡി. എന്തോരം കഴിക്കും? മിക്കവാറും 2 ലാർജ്. സോഡയാണോ വെള്ളമാണോ? സോഡ. അപ്പൊ ആഹാരം കഴിക്കുന്ന വീട്ടിൽ നിന്നാ? അല്ല, ബാറിൽ നിന്ന് തന്നെയാ. എന്താ കഴിക്കാറ്? പൊറോട്ടയും ചിക്കൻ കറിയും. എന്നും എത്ര പൊറോട്ട കഴിക്കും? 4 പൊറോട്ട. സംഭവ ദിവസം രാത്രിയും നിങ്ങൾ ബാറിൽ പോയായിരുന്നോ? ഓർത്തു നോക്ക്, പോയായിരുന്നോ? പോയായിരുന്നു. അന്ന് സാധാരണയിലും കൂടുതൽ കഴിച്ചില്ലേ? ഇല്ല. ഉറപ്പാണോ? അന്ന് എനിക്കൊരു സാധാരണ ദിവസമായിരുന്നു. പതിവുള്ളത് തന്നെ അന്നും കഴിച്ചത്. എന്നിട്ട് എന്താ ചെയ്തേ? എല്ലാ ദിവസത്തെയും പോലെ വീട്ടിലേക്ക് പോയി. പിന്നെ എഴുന്നേറ്റ് രാവിലെ 6 മണിക്കാണ്. അപ്പോഴാണോ പ്രവീൺ മരിച്ച വിവരം അറിഞ്ഞത്? അല്ല, വർക്ക്ഷോപ്പിലേക്ക് പോണ വഴി. എന്നിട്ട് ഞാൻ നേരെ കൊട്ടാരത്തിലേക്ക് പോയി. പക്ഷെ അകത്തേക്ക് വിട്ടില്ല. ഇത് നിങ്ങളുടെ അല്ലേ? എന്താ ഇത്? ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല? ഇല്ല, എന്റെ അല്ല ഇത്. ശരി, വേറൊന്നും പറയാനില്ലെങ്കിൽ വയ്ക്കുള്ളൂ. മിസ്റ്റർ മുരളി, നിങ്ങളുടെ ഭാര്യയെ കാണാതായിട്ട് ഇപ്പൊ എത്ര നാളായി? ഏതാണ്ട് 6 മാസം.
നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? അവൾക്ക് ഒരുപാട് ആണുങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു. അവരെ കാണാതായ ദിവസം രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? ബാർ അസോസിയേഷന്റെ സെക്രട്ടറിയാണ് ഞാൻ. അന്ന് എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഹോട്ടലിൽ തങ്ങി. അത് പതിവാ. പ്രവീൺ കൊല്ലപ്പെട്ട രാത്രിയോ? അന്ന് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു, ജില്ലാ ജഡ്ജി കാർത്തിക് പ്രസന്നന്റെ വീട്ടിൽ. അദ്ദേഹം എന്റെ ബന്ധുവാ. അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ നടക്കുമ്പോഴും നിങ്ങൾ സ്ഥലത്തില്ലായിരുന്നു? ഇല്ലായിരുന്നു. ദാറ്റ്സ് കറക്റ്റ്. പ്രവീൺ കൊല്ലപ്പെട്ടതോടെ ആ എസ്റ്റേറ്റ് നിങ്ങളുടെ പേരിലായി അല്ലേ? അതിപ്പോ ഞാൻ ആദ്യം മരിച്ചിരുന്നെങ്കിൽ അത് മുഴുവൻ പ്രവീണിന് കിട്ടുമായിരുന്നില്ലേ? മിസ്റ്റർ മുരളി, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇതെവിടെ വെച്ചാ കാണാതെ പോയെന്ന് ഓർമ്മയുണ്ടോ? എന്തേത്? ഇതെന്റേതല്ല. പിന്നെ ആരുടേത്? അത് കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ജോലിയല്ലേ. എനിത്തിങ് എൽസ്? ഇല്ല, പോയിക്കോളൂ. താങ്ക് യു. മിസ്റ്റർ വിവേക്, എന്നെപ്പറ്റി നിങ്ങൾ എന്തൊക്കെ കേട്ടിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാം. അതിലൊന്നും ഒരു സത്യവുമില്ല. അതിന്റെ പിറകെ പോയി സമയം കളയണ്ട. പാഴാക്കുന്ന ഓരോ നിമിഷവും യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. എന്താ ഡോക്ടർ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞ? ഒരു ഭയങ്കര ഡെവലപ്മെന്റ് ഉണ്ട്. പ്രവീണിന്റെ അരക്കെട്ടിൽ അസ്ഥിക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ ഊഹം ശരിയായിരുന്നു. ഈ അസ്ഥി പ്രവീണിന്റേതല്ല, ഒരു സ്ത്രീയുടേതാണ്. സ്ത്രീയുടേതോ? അതെ. പ്രവീണിന്റെ ശരീരം കത്തിക്കുന്നതിന് മുൻപായി അവിടെ ഒരു സ്ത്രീയുടെ ശരീരം കത്തിച്ചിട്ടുണ്ട്. മഴ വന്നതുകൊണ്ടാണ് അവരുടെ ഈ ഒരു അസ്ഥി മാത്രം കത്താതെ അവശേഷിച്ചത്. ആരായി സ്ത്രീ? അത് ഏട്ടന്റെ കാമുകയാവാനാ സാധ്യത. പ്രവീണിന് കാമുകയുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഒരിക്കൽ ഏട്ടന്റെ കൂടെ ഞാനൊരു യുവതിയെ കണ്ടിരുന്നു. ചോദിച്ചപ്പോഴൊക്കെ ഏട്ടൻ ഒഴിഞ്ഞു മാറി. ഒടുവിൽ ഞാൻ വിടാതെ പിടിച്ചപ്പോ അത് കാമുകയാണെന്ന് സമ്മതിച്ചു. ആരോടും പറയരുതെന്ന് എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു. പക്ഷെ അവൾ ആരാണെന്നോ പേരെന്താണെന്നോ ഒന്നും ഏട്ടൻ എന്നോട് പറഞ്ഞില്ല. ഇനിയിപ്പോ അവൾ ആരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? വഴിമുട്ടിയല്ലോ. വഴിമുട്ടിയെന്ന് ഞാനും കരുതിയത്. പക്ഷെ നമുക്കായിട്ട് ദൈവം ഒരു അടയാളം ബാക്കിയിട്ടിട്ടുണ്ട്. ആ സ്ത്രീയുടെ അസ്ഥിയിൽ ഒരു ശസ്ത്രക്രിയ നടത്തിയ പാടുണ്ട്. മുറിവിന്റെ പഴക്കം വെച്ച് നോക്കിയാൽ ഏതാണ്ട് 4 വർഷങ്ങൾക്ക് മുമ്പ്. സാധാരണയായി വാഹന അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് ഇത്തരം സർജറി വേണ്ടി വരുന്നത്. ഇത് ചെയ്യാൻ പറ്റുന്ന 57 ഹോസ്പിറ്റൽസ് കേരളത്തിലുണ്ട്. അവർക്കെല്ലാം ഞാനൊരു മെസ്സേജ് കൊടുത്തു. 4 വർഷം മുമ്പ് ഇടുപ്പല്ലിൽ നടന്നൊരു സർജറി. 15നും 25നും ഇടയ്ക്ക് പ്രായമുള്ള യുവതി, മിക്കവാറും ഒരു വാഹന അപകടം. ഇതെല്ലാം ഒത്തുവരുന്ന ചികിത്സാ ഫയലുകൾ ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി അയച്ചു തരാൻ. എന്നിട്ട് ഏതാണ്ട് 200ഓളം കേസുകളാ അവരെല്ലാം കൂടി അയച്ചു തന്നത്. അതിൽ പാലായിലെ ചെറുപുഷ്പം ഹോസ്പിറ്റൽ അയച്ചു തന്ന എക്സ്റേയാ ഈ കാണുന്നത്.